Good morning. ഇന്നത്തെ നമ്മളുടെ ക്ലാസ് ഐസോമെട്രിക് പ്രൊജക്ഷൻ കുറിച്ചാണ്. ഐസോമെട്രിക് പ്രൊജക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് വൈ സെഡ് കോർഡിനേറ്റ്സ് ഒരു 3D വ്യൂ ആണ്. അതിൽ എക്സ് വൈ സെഡ് കോർഡിനേറ്റ്സ് ഈക്വലി ഇൻക്ലൈൻ ടു പിക്ചർ ഈക്വലി ഇൻക്ലൈൻ ടു നമ്മളുടെ വ്യൂ. നമ്മളുടെ ഐയിൽ ഒരാൾ നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ ഇതിൽ എക്സ് വൈ സെഡ് കോർഡിനേറ്റ്സ് ഈക്വലി ഇൻക്ലൈൻ ടു ദാറ്റ് പെർട്ടിക്കുലർ വിഷൻ, ദാറ്റ് പെർട്ടിക്കുലർ വ്യൂ. ആ ഒരു കണ്ടീഷനിലാണ് നമ്മൾ ഐസോമെട്രിക് പ്രൊജക്ഷൻ എന്ന് പറയും. ഇപ്പം നമ്മൾ ഒരു ക്യൂബ് ഉണ്ട്, ഈ ക്യൂബാണ് ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഏറ്റവും നല്ല ഒരു ഷേപ്പ്. ഇവിടെ ഈ നമ്മൾ ടോപ്പ് വ്യൂവിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു എക്സ് ആക്സിസ്, ഇത് വൈ ആക്സിസ് ആയിട്ട് എടുക്കുക. ഇത് ഈ പാർട്ട് എക്സ് ആക്സിസ്, ഈ പാർട്ട് വൈ ആക്സിസ് ആയിട്ട് എടുക്കുക. ഇത് സെഡ് ആക്സിസ് ആയിട്ട് എടുക്കുക. ഇത് ഒറിജിൻ എന്ന് പറഞ്ഞ ഇത് ഈ ഒരു പോയിന്റ്, ഇത് എക്സ് വൈ സെഡ്. ഇതിൽ ഈ ഒരു പൊസിഷൻ ഉണ്ടോ, ഈ ഒരു ആക്സിസ് സെഡ്, ഇത് എക്സ് ആക്സിസ്, വൈ ആക്സിസ്. ഈ ഒരു പൊസിഷനിലാണ് വന്ന് നിൽക്കുക നിങ്ങളുടെ ഐസോമെട്രിക് പ്രൊജക്ഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റ്. എന്ന് പറഞ്ഞാൽ ഇത് എക്സ് ആക്സിസ്, ഇത് വൈ ആക്സിസ്, ഇത് സെഡ് ആക്സിസ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു വ്യൂവിൽ ഇതിപ്പോൾ 40 mm ആണെങ്കിൽ 40 mm 40 mm 40 mm. അപ്പം നിങ്ങളൊരു അവിടെ ഇങ്ങോട്ട് നോക്കുമ്പോൾ നിങ്ങളുടെ വ്യൂവിൽ ഈ പാർട്ട് എക്സ് ആക്സിസും ഷ്രിങ്ക് ചെയ്തിട്ടുണ്ടാവും, വൈ ആക്സിസും ഷ്രിങ്ക് ചെയ്തിട്ടുണ്ടാവും, സെഡ് ആക്സിസും ഷ്രിങ്ക് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ എക്സ് വൈ സെഡ് കോർഡിനേറ്റ്സ് ഈക്വലി ഷ്രിങ്ക് ചെയ്യുന്ന വ്യൂ. അതാണ് ആക്ച്വലി ഐസോമെട്രിക് പ്രൊജക്ഷൻ. എക്സ് വൈ സെഡ് കോർഡിനേറ്റ്സ് ഈക്വലി ഇൻക്ലൈൻ ടു പിക്ചർ പോയിന്റ്. ഇനി ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ ഒരു കോർണർ ഉണ്ട്. ഈ ഒരു കോർണറിന് ഡയമെട്രിക്കലി ഓപ്പോസിറ്റ് ആയിട്ട് ഒരു കോർണർ ഇവിടെയുണ്ട്. ഈ ഒരു ബോഡി ഡയഗണൽ, ഈ ഒരു കോർണറും കണക്ട് ചെയ്യുന്ന ഒരു ഡയമെട്രിക്കലി ഓപ്പോസിറ്റ് ആയിട്ടുള്ള കോർണറും കണക്ട് ചെയ്യുന്ന ബോഡി ഡയഗണൽ ഒരു സിംഗിൾ പോയിന്റ് ആയിരിക്കും ആ വ്യൂവിൽ. നിങ്ങൾ വരച്ച് വരുമ്പോൾ നോക്കിയാൽ മതി. ഈ ഒരു പോയിന്റിന് എക്സാക്ട്ലി കോയിൻസൈഡ് ചെയ്ത് വെക്കും ഈ ഒരു ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ഈ ഒരു കോർണർ. അപ്പോൾ ഈ ടൈപ്പിലുള്ള ഒരു വ്യൂ, അതാണ് ആക്ച്വലി ഐസോമെട്രിക് പ്രൊജക്ഷൻ. അപ്പം നമ്മൾ ആദ്യം എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആദ്യം ഒരു ടോപ്പ് വ്യൂവിൽ ബോത്ത് സൈഡ്സ് ഈക്വലി ഇൻക്ലൈൻ ടു വി പി ആയിട്ട് കൺസിഡർ ചെയ്യും. ഇവിടെ ഈ സൈഡും ഈക്വലി ഇൻക്ലൈൻ ടു വി പി ആണ്. അതിനുശേഷം അതിൻ്റെ അകത്തൊരു ബോഡി ഡയഗ്രാം നമ്മൾ റെപ്രസെന്റ് ചെയ്യുമ്പോൾ ഈ കോർണറും തമ്മിൽ കണക്ട് ചെയ്യും. ഇവിടെ ഒരു ബോഡി ഡയഗണൽ കിട്ടും. ആ ബോഡി ഡയഗണൽ ഫസ്റ്റ് പൊസിഷനിൽ പാരലൽ ടു വി പി ആണ്. പാരലൽ ടു വി പി ഇൻക്ലൈൻ ടു എച്ച് പി. അത് ഞാൻ റൊട്ടേറ്റ് ചെയ്തിട്ട് പാരലൽ ടു ബോത്ത് എച്ച് പി ആൻഡ് വി പി ആകും. ഇപ്പോൾ ഈ ഒരു പോയിന്റ് കണക്ട് ചെയ്യുന്നത് ലൈന്, അതാണ് ബോഡി ഡയഗണൽ. ആ ബോഡി ഡയഗണൽ പാരലൽ ടു എച്ച് പി ആവും, പാരലൽ ടു വി പി ആവും. അതിനുശേഷം അതിനൊരു 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഐസോമെട്രിക് പ്രൊജക്ഷൻ. ഇതാണ് തിയററ്റിക്കൽ കൺസെപ്റ്റ്. അപ്പം വരക്കാൻ കുറച്ചുണ്ട്. നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് മുതൽ ഒരു 3 സ്റ്റെപ്പായിട്ട് കൺസ്ട്രക്ട് ചെയ്ത് നോക്കാം. ശ്രദ്ധിക്കുക, ഫസ്റ്റ് ഇതിൻ്റെ ഇനീഷ്യൽ പൊസിഷനാണ്. ഇനീഷ്യൽ പൊസിഷനിൽ ഞാൻ എന്താ ചെയ്യുന്നത്, വലിയ 3 സ്റ്റെപ്പ് പ്രൊസീജിയറാണ്. ഇതിൽ കുറച്ചധികം വരക്കാനുള്ളത് കൊണ്ട് മാക്സിമം ലെഫ്റ്റ് സൈഡിൽ സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് സ്ക്വയർ ആണ്, ഈക്വലി ഇൻക്ലൈൻ ടു 2 vertical faces equally inclined to VP. ഇതാണ് ഇനീഷ്യൽ പൊസിഷൻ. 2 vertical faces equally inclined to VP. അപ്പം നമ്മൾ നെയിം ചെയ്യുമ്പോൾ ഇത് A1 B2 C3 D4 പ്രൊജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബേസിൽ 3' വിസിബിൾ, ഇവിടെ 4' visible, 4' visible, 2' invisible. This point will become 1'. ഇനി ഈ ഹൈറ്റ് നമ്മളിപ്പോൾ 30 mm സൈഡ് ആണെങ്കിൽ ഈ ഹൈറ്റും കൂടി 30 mm തന്നെ എടുക്കുക, കൺസ്ട്രക്ട് ചെയ്യുക. 30 mm സൈഡായിട്ട് എടുത്തോളൂ എല്ലാവരും. സൈഡ് 30 mm. അപ്പോൾ ഹൈറ്റും 30 mm ആയിരിക്കും. കാരണം ഇതൊരു എന്താണ്, പിന്നെ ക്യൂബാണ്. അപ്പോൾ ആക്സസ് ഹൈറ്റ് മസ്റ്റ് ബി ഈക്വൽ ടു
length of the base line. ഇതിൽ a dash, here d dash in bracket b dash, this point is c dash. ഇതാണ് initial position. Initial position, both vertical faces equally inclined to VP. Any vertical face is equal inclined with VP. Equally inclined with VP. That's the concept. Here the body diagonal I can use 1C ആണ്. അതൊരു ഡിഫറെന്റ് കളറിൽ കൊടുക്കുക. 1C. ഞാൻ നേരത്തെ മുന്നേ പറഞ്ഞത് തന്നെ ഒരു ബേസിലെ ഒരു പോയിന്റും ഡയമെട്രിക്കലി ഓപ്പോസിറ്റ് കോർണർ ഓൺ ദി ടോപ്പ് ഫേസ്. ഇതാണ് ബോഡി ഡയഗണൽ. ഈ ഒരു പാർട്ട് ആണ് ബോഡി ഡയഗണൽ. ഈ ബേസിലെ ഒരു പോയിന്റും ഡയമെട്രിക്കലി ഓപ്പോസിറ്റ് കോർണർ ഓൺ ദി ടോപ്പ് ഫേസ്. അപ്പോൾ 1C ആണ് ഇവിടെ ബോഡി ഡയഗണൽ. ഇത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇതാണ് HP. ആ HPക്ക് ഇൻക്ലൈൻഡ് തീറ്റ ഡിഗ്രി വിത്ത് HP ആണ് അല്ലേ? ബോഡി ഡയഗണൽ ഇൻക്ലൈൻഡ് തീറ്റ ഡിഗ്രി വിത്ത് HP, ബട്ട് പാരലൽ ടു VP. ഇവിടെ നിങ്ങൾ നോക്കി അതിന്റെ പ്ലാൻ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. 1C എന്ന് പറയുന്നത് പാരലൽ ടു ഇതാണ് VPക്ക് പാരലൽ ആണ് 1C. അപ്പൊ ഫസ്റ്റ് കേസിൽ ബോഡി ഡയഗണൽ പാരലൽ ടു VP inclined to HP. ഇതാണ് ഫസ്റ്റ് പൊസിഷൻ. ഇനി ഇത് ഞാൻ റൊട്ടേറ്റ് ചെയ്യുവാണ്. ഈ ബോഡി ഡയഗണല് പാരലൽ ടു VP എന്ന് പറഞ്ഞ കണ്ടീഷൻ അത് തന്നെ കീപ്പ് ചെയ്യുക. അതിനുശേഷം ഇതിനെ പാരലൽ ടു HP ആയിട്ട് കൺവേർട്ട് ചെയ്യണം. നമ്മൾ ഒരു പർട്ടിക്കുലർ ആംഗിളിലേക്ക് ഈ ഒരു സോൾഡിന് ഈ ഒരു സോൾഡിന്റെ ഫ്രണ്ട് വ്യൂ നമ്മൾ റൊട്ടേറ്റ് ചെയ്യേണ്ടി വരും. ആ ആംഗിൾ എത്രയാണ് നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കുക. ഞാൻ ജസ്റ്റ് ഇവിടെ ഒന്ന് കൺസ്ട്രക്ട് ചെയ്യാം. ഈ ഒരു പൊസിഷനിലേക്ക് ടിൽറ്റ് ചെയ്യുവാണ്. ആ ഒരു ഫ്രണ്ട് വ്യൂവിനെ ഈ ഒരു പൊസിഷനിലേക്ക് ടിൽറ്റ് ചെയ്യുവാണ്. ഈ ഒരു പൊസിഷനിലേക്ക് ടിൽറ്റ് ചെയ്യുവാണ്. ഈ ഒരു പൊസിഷനിലേക്ക് ടിൽറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ നെയിമിങ് ശ്രദ്ധിക്കുക. ഇത് 1 ഡാഷ് ആണ്, ഇത് C ഡാഷ് ആണ്. ഈ പോയിന്റ് 3 ഡാഷ്. This point is equal to 4 dash in bracket 2 dash. This point is A dash and this point is D dash in bracket B dash. ഇവിടെ ശ്രദ്ധിക്കുക, ഈ 1C എന്ന് പറഞ്ഞാൽ ഈ ബോഡി ഡയഗണല്, this body diagonal is parallel to HP. ആ സെയിം തന്നെ ഇവിടെ പാരലൽ ടു VP ആയിട്ട് തന്നെയാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ സെക്കൻഡ് കണ്ടീഷനിൽ ബോഡി ഡയഗണൽ പാരലൽ ടു ബോത്ത് HP ആൻഡ് VP എന്ന് പറഞ്ഞ കണ്ടീഷൻ കിട്ടും. ബോഡി ഡയഗണൽ പാരലൽ ടു ബോത്ത് HP ആൻഡ് VP. ഇതാണ് ഈ ഒരു പൊസിഷനിൽ കിട്ടുന്നത്. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് ദിസ് ആംഗിൾ ഈസ് ഈക്വൽ ടു തീറ്റ. ഇനി ദിസ് ബോഡി ഡയഗണൽ ഈസ് പാരലൽ ടു ബേസ്. ദാറ്റ് മീൻസ് ദിസ് ആംഗിൾ ഈസ് ഈക്വൽ ടു ദിസ് ആംഗിൾ ഈസ് ഈക്വൽ ടു തീറ്റ ആൻഡ് ദിസ് ആംഗിൾ മസ്റ്റ് ബി ഈക്വൽ ടു തീറ്റ. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ഈ ആംഗിൾ ഫൈൻഡ് ഔട്ട് ചെയ്യുക. ഈ ആംഗിൾ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് ആ പെർട്ടിക്കുലർ ആംഗിളിലേക്ക് ഈ ബേസിനെ ടിൽറ്റ് ചെയ്ത് വരച്ചു കഴിഞ്ഞാൽ ഈ സോൾഡിന്റെ ബേസിനെ തീറ്റ ഡിഗ്രി ആംഗിൾ ഈ ആംഗിളിലേക്ക് ടിൽറ്റ് ചെയ്ത് കൺസ്ട്രക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ബോഡി ഡയഗണൽ പാരലൽ ടു HP കിട്ടും. അപ്പോൾ അതൊന്ന് കൺസ്ട്രക്ട് ചെയ്യുക. അതിനുശേഷം ഇത് ജസ്റ്റ് പ്രൊജക്റ്റ് ചെയ്യുക. നമുക്ക് ഇവിടെ ഒരു ടോപ്പ് വ്യൂ കിട്ടും. ആ ടോപ്പ് വ്യൂവിൽ ബോഡി ഡയഗണൽ പാരലൽ ടു ബോത്ത് HP ആൻഡ് VP കണ്ടീഷനാണ്. ഇതിൽ കിട്ടുന്ന കണ്ടീഷൻ ബോഡി ഡയഗണൽ പാരലൽ ടു ബോത്ത് HP ആൻഡ് VP. ആ കണ്ടീഷനാണ് നമുക്ക് ഇവിടെ കിട്ടുക. ഓക്കെ, അപ്പോൾ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ DN4 ലോക്കസ് ഓഫ് DN4 ഇതാണ്. ഡിയുടെ ലോക്കസ് ഇതാണ് D. Next A1C3. This point is 1. This point is A. This point is C. And this point will become 3. A1C3. In B2. 3 dash. Okay. B2. This point will become 2. And this point will become B.
3 ഡാഷ് ഇവിടത്തേക്ക് മാറ്റി. ഇതാണ് ഫിഗർ. ഇനി നോക്കുക ഇൻ ടോപ്പ് വ്യൂ. ഇവിടെ ഒരാളെ ജസ്റ്റ് നോക്കുക. ഇൻ ടോപ്പ് വ്യൂ ABCD കംപ്ലീറ്റ്ലി വിസിബിൾ. വിഷ്വൽ റേസ് ടച്ച് ചെയ്യും. ABCD കംപ്ലീറ്റ്ലി വിസിബിൾ ആണ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ എപ്പോഴും ചെയ്യേണ്ടത് ഔട്ടർ മോസ്റ്റ് എഡ്ജസ് ഓഫ് ദി സോളിഡ് ഓൾവേസ് തിക്ക് ലൈൻ. അപ്പോൾ ഇവിടെ 1, 2, 1, 4 ഇതെല്ലാം ഔട്ടർ മോസ്റ്റ് എഡ്ജ് ആയിട്ട് വരും. 2B, 2B, BC, CD, then D4, 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 outermost edges of the solid always thick line. Next, in top view, ABCD completely visible. A, B, CD completely visible. Next, in top view, A1, edge A1 visible. Then visual edge A1 visible. So that A1 must be in thick line. A1 must be in thick line. Next, in top view, corner 3 invisible, so that all the edges which are connecting to 3 must be broken line. So 3 ആയിട്ട് connect ചെയ്യുന്ന entire edges broken line ആണ്. അപ്പോൾ 3C also broken line. ഇതാണ് കൺസെപ്റ്റ്. ഇവിടെ നിങ്ങൾ നോക്കിയാൽ മതി. ബോഡി ഡയഗണൽ 1C പാരലൽ ടു ദ VPക്ക് പാരലൽ ആണ് 1C. സിമിലർലി പാരലൽ ടു HP. HPക്കും പാരലൽ ആണ്. അപ്പോൾ ബോഡി ഡയഗണൽ പാരലൽ ടു ബോത്ത് HP ആൻഡ് VP കണ്ടീഷൻ ആണ് അവിടെ ആ സെക്കൻഡ് സ്റ്റെപ്പിൽ കിട്ടുന്നത്. ബോഡി ഡയഗണൽ പാരലൽ ടു ബോത്ത് HP ആൻഡ് VP. ഇനി ഞാൻ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ ബോഡി ഡയഗണലിനെ 90 ഡിഗ്രിയിലേക്ക് റൊട്ടേറ്റ് ചെയ്യും. 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുന്നതിന് പെർപെൻഡിക്കുലർ ടു VP ആയിട്ട് കൺവേർട്ട് ചെയ്യും. അപ്പോൾ ഞാൻ ആദ്യം 1 ഇവിടെ ഫിക്സ് ചെയ്തു. നെക്സ്റ്റ് A ഫിക്സ് ചെയ്തു. ആ ലൈനിൽ വരുന്ന എല്ലാ പോയിന്റ്സും ഫിക്സ് ചെയ്യണം. 3 ഫിക്സ് ചെയ്തു. C ഫിക്സ് ചെയ്തു. C ഫിക്സ് ചെയ്തു. നെക്സ്റ്റ് ഇതാ ഒരു സ്മോൾ ഡിസ്റ്റൻസ് വിട്ട് പെർപെൻഡിക്കുലർ പ്ലോട്ട് ചെയ്തു. ഇതൊക്കെ നമ്മൾ മുന്നേ ക്ലാസ്സുകളിൽ എടുത്തിട്ടുണ്ട്. അതേപോലെ 3 ഇതാണ് പോയിന്റ് 3, ഇതാണ് പോയിന്റ് A, ഇതാണ് പോയിന്റ് 1. ഞാൻ 3യിൽ നിന്ന് ഒരു സ്മോൾ ഡിസ്റ്റൻസ് വിട്ടിട്ട് പെർപെൻഡിക്കുലർ പ്ലോട്ട് ചെയ്തു. നമുക്കവിടെ കിട്ടുന്ന പോയിന്റ്സ് ഇത് 2 ആണ്, ഇത് 4 ആണ്. സിമിലർലി ദിസ് പോയിന്റ് ഈസ് B ആൻഡ് ദിസ് പോയിന്റ് ഈസ് D. ഫൈനലി ഇവിടെ C കിട്ടി. ഇനി സെയിം തിങ് ഇവിടെയുള്ള എന്താണോ തിക്ക് ലൈനുള്ള അതൊക്കെ തന്നെ തിക്ക് ലൈനായിട്ട് കൺവേർട്ട് ചെയ്യാം. നമുക്കറിയാം ഔട്ടർമോസ്റ്റ് എഡ്ജസ് ഓൾവേസ് തിക്ക് ലൈൻ. ഔട്ടർമോസ്റ്റ് എഡ്ജസ് ഓൾവേസ് തിക്ക് ലൈൻ. then ABCD ടോപ്പ് വ്യൂവിൽ വിസിബിൾ ആണ് തിക്ക് ലൈൻ. A1 തിക്ക് ലൈൻ. 3 ആയിട്ട് കണക്ട് ചെയ്യുന്ന എഡ്ജസ് ബ്രോക്കൺ ലൈൻ. all the edges which are connecting to 3 must be broken. ഇതാണ് ടോപ്പ് വ്യൂ. നമ്മളിവിടെ കിട്ടിയ സെയിം ടോപ്പ് വ്യൂ തന്നെ ഇവിടെ കൺസ്ട്രക്ട് ചെയ്യുക. ഇതാണ് ഇപ്പം ബോഡി ഡയഗണൽ പെർപെൻഡിക്കുലർ ടു VP. ബോഡി ഡയഗണൽ പെർപെൻഡിക്കുലർ ടു VP. ഇനി ഇതിനെ ടോപ്പ് ഫ്രണ്ട് വ്യൂയിലേക്ക് പ്രൊജക്റ്റ് ചെയ്യുക. അപ്പോഴാണ് ഫൈനൽ ആൻസർ കിട്ടുന്നത്. ആ ഫൈനൽ ആൻസർ ആണ് ഞാൻ മുന്നേ കാണിച്ചു തന്ന ഷേപ്പിൽ കിട്ടും. നോക്കാം നമുക്ക് ഫൈനൽ ആൻസർ എങ്ങനെ വരും എന്നുള്ളത്. കുറച്ചധികം വരക്കാനുണ്ട്. എല്ലാവരും ശ്രദ്ധിച്ചിട്ട് വരക്കും. കുറച്ച് തിയറി പോർഷനാണ്. ഐസോമെട്രിക് പ്രൊജക്ഷൻ്റെ ഫസ്റ്റ് പാർട്ടാണ് ഞാനിപ്പോൾ പറഞ്ഞ് കംപ്ലീറ്റ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കേണ്ടത് 1 എന്ന് പറയുന്ന പോയിന്റ് ഇതാണ്. C എന്ന് പറയുന്ന പോയിന്റ് അതാണ്. അപ്പോൾ C വിസിബിൾ, 1 ഇൻവിസിബിൾ. ഇതാണ് ഞാൻ പറഞ്ഞത്. ആ ബോഡി ഡയഗണൽ ഒരു സിംഗിൾ പോയിന്റ് ആയിട്ട് മാറും. ആ പോയിന്റ് ഈ ഒരു വ്യൂവിൽ ഈ പോയിന്റ് 3 ആണ്. ഇത് 3 ഡാഷ്. ഓക്കെ, 2 and B. ഇവിടെ 2 കിട്ടും, 2 ഡാഷ്. ഇവിടെ B കിട്ടും, B ഡാഷ്. നെക്സ്റ്റ് 1 A. എയുടെ ലോക്കസ് ആണ് ഇത്. അപ്പോൾ എയുടെ ലോക്കസ് എന്താ ഈ ഒരു പോയിന്റ് A ആണ്, A ഡാഷ്. നെക്സ്റ്റ് ഇതാ ഈ ഒരു പോയിന്റ് D ആയിട്ട് കിട്ടും.
D dash. Next, you will 4 dash. 4 dash. Connect in front view. The outermost edges of the solid always thick line. Outermost edges thick line convert outermost edges. Next, in front view, this ABCD face completely visible. Completely visible. One invisible. 1 3 connect edges. In front view, 1 invisible. 1 3 connect edge. Edge invisible face. Sorry. Construct 3C 2B visible. 3C 2B. 3C 2B. This face visible. This face visible. 3C D4 face visible. Invisible invisible A1 എന്ന് പറയുന്ന ഈ ഒരു ഫേസ് ആണ്. ഓക്കേ 1A എന്ന് പറയുന്നത് കണക്ട് ചെയ്യുന്ന എഡ്ജ് ഇൻവിസിബിൾ ആണ്. അതേപോലെ ഈ എഡ്ജ് ഇൻവിസിബിൾ ആണ്. ഈ 1 ആയിട്ട് കണക്ട് ചെയ്യുന്ന എഡ്ജസ് അതൊക്കെ ഇൻവിസിബിൾ ആണ്. ഇതാണ് ഫൈനൽ വ്യൂ. ആ വ്യൂ ആണ് ഞാൻ ഓൾറെഡി ഇതിൽ പറഞ്ഞത്. നിങ്ങളുടെ വ്യൂവിൽ ഇത് സെഡ് ആക്സിസ്, ഇത് എക്സ് ആക്സിസ്, ഇത് വൈ ആക്സിസ്. ഈ ഒരു വ്യൂ ആണ് ആക്ച്വലി ആ ഒരു നമ്മൾ ബോർഡിൽ കാണുന്ന വ്യൂ. നിങ്ങൾ ഇങ്ങനെ നിൽക്കുമ്പോൾ ഈ ഫേസ് വിസിബിൾ ആവും, ഈ ഫേസ് വിസിബിൾ ആവും, ഈ ഫേസും നിങ്ങൾ കാണുന്ന ഈ ഫേസും നിങ്ങൾക്ക് വിസിബിൾ ആവും. ഈ 3 ഫേസ് വിസിബിൾ ആവും. ഈ 3 ഫേസ് വിസിബിൾ ആവുന്ന ഈ ഫേസും ഈ ടോപ്പ് ഫേസും ആണ് വിസിബിൾ ആവും. ടോപ്പ് ഫേസ് ഓൾവേസ് വിസിബിൾ ആണ് ഐസോമെട്രിക് വ്യൂവിൽ. ഇതാണ് കൺസെപ്റ്റ്. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ബോഡി ഡയഗ്രം. ഈ പോയിന്റും ഇതിന് ഡയമെട്രിക്കലി ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ഈ പോയിന്റ് കണക്ട് ചെയ്യുന്ന ബോഡി ഡയഗ്രം. ഇത് ഈ ബോഡി ഡയഗ്രാമിൽ എപ്പോഴും ഒരു പോയിന്റ് ആയിട്ട് വരും. അപ്പൊ ശ്രദ്ധിക്കേണ്ടത് ഇത് എക്സ് ആക്സിസ്, ഇത് വൈ ആക്സിസ്, സെഡ് ആക്സിസ് ആണ്. അപ്പൊ ആ ഒരു കൺസെപ്റ്റിലേക്ക് പോകുമ്പോൾ ഇതിനെ ഞാൻ ഐസോമെട്രിക് എക്സ് ആക്സിസ് എന്ന് പറയും. കോർഡിനേറ്റ് സിസ്റ്റത്തിലെ എക്സ് ആക്സിസ്. ഇത് ഐസോമെട്രിക് കോർഡിനേറ്റ് സിസ്റ്റത്തിലെ വൈ ആക്സിസ്. ഇനി ഇത് ഐസോമെട്രിക് കോർഡിനേറ്റ് സിസ്റ്റത്തിലെ സെഡ് ആക്സിസ്. ഇതാണ് ഒറിജിൻ. ഈ പോയിന്റ് ആണ് ഒറിജിൻ ആയിട്ട് എടുക്കുന്നത്. അപ്പൊ നമ്മൾ ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ഒരു ആംഗിൾ മെഷർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ എക്സാക്ട്ലി 30 ഡിഗ്രി കിട്ടും. അങ്ങനെ ഈ ആംഗിൾ ഒക്കെ എക്സാക്ട്ലി 30 ഡിഗ്രി കിട്ടും. 30 ഡിഗ്രി. ഒരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഈ ഒരു ഡി എ എന്ന് പറയുന്ന ലൈനിന്റെ എന്ന് പറയുന്ന ബേസ് എഡ്ജിന്റെ ഐസോമെട്രിക് ലെങ്ത് ആണ് ഇത്. ഡി ഡാഷ് എ ഡാഷ് എന്ന് പറയുന്നത് ഐസോമെട്രിക് ലെങ്ത് ആണ്. അതിന്റെ ഒറിജിനൽ ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കിട്ടുന്ന ഡി എന്ന് പറഞ്ഞാൽ 30 mm ആണ്. ആ ഒറിജിനൽ ലെങ്ത് നമ്മൾ ഒരു ആർക്ക് കട്ട് ചെയ്തിട്ട് ഇവിടെ ട്രൂ ലെങ്ത് മാർക്ക് ചെയ്യുവാണെങ്കിൽ, ആ ട്രൂ ലെങ്ത് എക്സ് ആക്സ് ആയിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ 45 ഡിഗ്രി ആയിരിക്കും. 45 ഡിഗ്രി. അപ്പൊ ഐസോമെട്രിക് ലെങ്ത് എക്സ് ആക്സ് ആയിട്ട് മേക്ക് ചെയ്യുന്ന 30 ഡിഗ്രിയും മറ്റേ 45 ഡിഗ്രി ആയിരിക്കും. ഇനി ഈ ഒരു പോയിന്റിന് ഞാൻ ഒരു പി എന്നോ ഓ എന്ന് നെയിം ചെയ്തു, ക്യാപിറ്റൽ O. അപ്പൊ ഇവിടെ ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ നമുക്ക് കിട്ടും. ഇതിന് നിങ്ങൾ ഒരു ക്യാപിറ്റൽ എ ഡാഷ് എന്ന് കൊടുക്കും. അപ്പോൾ 2 റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ നമ്മളെ മുന്നിലുണ്ട്. ആ 2 റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആ ഒരു തിയറിയും കൂടി ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇതാണ് ഫ്രം റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ഡി ഡാഷ് ക്യാപിറ്റൽ O എ ഡാഷ് ടാൻ, നമുക്ക് ടാൻ എടുക്കണമെന്നില്ല, കോസ് തീറ്റ എടുത്താലും മതി. അഡ്ജസ്റ്റന്റ് സൈഡ് ബൈ അല്ലെ ഇതിനകത്ത് പിന്നെ അഡ്ജസ്റ്റന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടിനസ് എടുത്തോളൂ. കോസ് തീറ്റ കോസ് 45 ഡിഗ്രി ഈസ് ഈക്വൽ ടു ഡി ഡാഷ് O ഡിവൈഡഡ് ബൈ ഡി ഡാഷ് എ ഡാഷ്. ഈ ഡി ഡാഷ് എ ഡാഷ് എന്ന് പറയുന്നത് ഡി ഡാഷ് O ഡിവൈഡ് ബൈ ഐസോമെട്രിക് ലെങ്ത് ആണ്. സോറി, ഇത് ട്രൂ ലെങ്ത് ആണ്. ഡി ഡാഷ് എ ഡാഷ് എന്ന് പറഞ്ഞാൽ ട്രൂ ലെങ്ത് ആണ് യൂസ് ചെയ്തത്. അപ്പൊ ഈ ഒരു ട്രയാംഗിളിന് നമുക്ക് കോസ് 45 ഡിഗ്രി ഈക്വൽ ടു ഡി ഡാഷ് O ഡിവൈഡ് ബൈ ട്രൂ ലെങ്ത് കിട്ടും. ഇനിയിപ്പോ അടുത്ത ട്രയാംഗിൾ എടുക്കുന്നത് ഫ്രം റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ഡി ഡാഷ് O സ്മോൾ ലെറ്റർ എ ഡാഷ് കോസ് 30 ഡിഗ്രി എടുക്കുക. കോസ് 30 ഡിഗ്രി ഈക്വൽ ടു സിമിലർലി ഡി ഡാഷ്
ഒ ഡിവൈഡ് ബൈ ഡി ഡാഷ് സ്മോൾ ലെറ്റർ എ ഡാഷ് കിട്ടും. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഡി ഡാഷ് ഒ ഡിവൈഡ് ബൈ ഈ സ്മോൾ ലെറ്റർ ഡി ഡാഷ് എ ഡാഷ് ആണ് ഞാൻ പറഞ്ഞത് ഐസോമെട്രിക് ലെങ്ത് ഓഫ് ദി എഡ്ജ്. അതിന് ഷ്രിങ്ക് ചെയ്ത എഡ്ജാണ് ഐസോമെട്രിക് ലെങ്ത് ഓഫ് ദി എഡ്ജ്. അപ്പൊ അതിന് ഐസോമെട്രിക് ലെങ്ത് എന്ന് നെയിം ചെയ്യും. ഇനി ഇത് ഇക്വേഷൻ നമ്പർ 1, ഇത് ഇക്വേഷൻ നമ്പർ 2. നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇക്വേഷൻ നമ്പർ 1 ഡിവൈഡ് ബൈ ഇക്വേഷൻ നമ്പർ 2 ചെയ്യുന്നെന്ന് വിചാരിച്ചു. ഇക്വേഷൻ നമ്പർ 1 ഡിവൈഡ് അപ്പോൾ cos 45 ഡിഗ്രി ഡിവൈഡ് ബൈ cos 30 ഡിഗ്രി is equal to d dash o divided by true length divided by d dash o divided by isometric length. That's equal to ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ d dash o divided by true length into isometric length divided by d dash o എന്ന് കിട്ടും. ഇത് നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റും. കഴിച്ചിട്ട് ഈ ഒരു വാല്യൂ ഇസ് ഈക്വൽ ടു ഈ ഒരു വാല്യൂ എന്ന് പറയുന്നത് 0.816 എന്ന് കിട്ടും നിങ്ങൾക്ക്. cos 45 degree divided by cos 30 degree is equal to 0.816. That's equal to isometric length divided by true length, or isometric length is equal to 0.816 times true length. ഇതാണ് ഫൈനൽ ആൻസർ കിട്ടുന്നത്. ഇതാണ് ഫൈനൽ ആൻസർ. ഐസോമെട്രിക് ലെങ്ത് ഈസ് ഈക്വൽ ടു 0.816 ടൈംസ് ട്രൂ ലെങ്ത്. ഇപ്പൊ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ വ്യൂവിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഐസോമെട്രിക് പ്രൊജക്ഷനിൽ എക്സ് വൈ സെഡ് കോർഡിനേറ്റ്സ് ഈക്വലി ഷ്രിങ്ക് ചെയ്യും. ആ ഈക്വലി ഷ്രിങ്ക് ചെയ്യുന്നതിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഇതിന്റെ ട്രൂ ലെങ്ത് ഇൻറ്റു 0.816 ആയിരിക്കും. ട്രൂ ലെങ്ത് ഇൻറ്റു 0.816 അത്രയും ടൈംസ് ആണ് നമുക്ക് ഈ നിങ്ങളുടെ വ്യൂവിൽ നമുക്ക് വരച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന ഇവിടെ ഇതൊക്കെ ഈ എല്ലാ സൈഡ്സും എക്സ് വൈ സെഡിന് പാരലായിട്ട് വരുന്ന എല്ലാ സൈഡ്സും എല്ലാ എഡ്ജസും 0.816 ടൈംസ് ഷ്രിങ്ക് ചെയ്യും. അതാണ് ഈ ഐസോമെട്രിക് പ്രൊജക്ഷൻ്റെ ഒരു മെയിൻ തിയറി പാർട്ട്, അതിൻ്റെ പ്രൂഫ്. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് ഇത് കംപ്ലീറ്റ് വരയ്ക്കുക. കംപ്ലീറ്റ് വരച്ചതിന് ശേഷം ഈ 30 ഡിഗ്രിയും 45 ഡിഗ്രിയും ഒക്കെ അത് കിട്ടുന്നുണ്ടെന്നുള്ളത് നമ്മൾ തന്നെ പ്രൂവ് ചെയ്യണം. ഡ്രോയിങ് വരച്ചിട്ട് പ്രൂവ് ചെയ്യണം. ഇതൊരു അസൈൻമെന്റ് ആയിട്ട് വെക്കുകയും വേണം. അപ്പോൾ എന്നിട്ട് അതിന് ശേഷം തിയറിറ്റിക്കലി ഇത് പ്രൂവ് ചെയ്തെടുക്കും. ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്. കുറച്ചധികം ഉണ്ട്. എല്ലാവരും ഒന്ന് നല്ല രീതിയിൽ ഇത് വരച്ചിട്ട് സബ്മിറ്റ് ചെയ്യും. താങ്ക് യു.